ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ വെൽഡിംഗ് പ്ലാന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇൻട്രൊഡക്ഷൻ. ആദ്യമായിട്ട് വെൽഡിംഗ് എന്താണെന്ന് നോക്കാം. Welding may be defined as the process of joining similar metals which is carried out with or without the application of pressure and filler metal. അപ്പോൾ എന്താണ് വെൽഡിങ്? വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള രണ്ട് മെറ്റൽസ് തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു ഓപ്പറേഷനാണ്. അത് ചിലപ്പോൾ നമുക്ക് പ്രഷറിൻ്റെയും ചില സമയത്ത് പ്രഷർ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കേണ്ടി വരും. ചില സമയത്ത് ഫില്ലർ മെറ്റൽ ഉപയോഗിക്കേണ്ടി വരും. ചില സമയത്ത് രണ്ട് ഉപയോഗിക്കാറില്ല. അപ്പം വിത്തൗട്ട് എ പ്രഷർ ഓർ ഫില്ലർ മെറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്ട്രാ മെറ്റലാണ്. നമ്മൾ ഇലക്ട്രോഡൊക്കെ ഉപയോഗിക്കുന്ന മെറ്റൽസിനാണ് ഫില്ലർ റോഡ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, എ വെൽഡ് മേ ബി ഫോംഡ് വെൻ ഡിഫറെൻറ്റ് പീസസ് ഓഫ് മെറ്റൽസ് ആർ ടു ബി ജോയിൻഡ് കമ്പൈൻഡ് ഇൻ ഓർഡർ ടു ഫോം എ സിംഗിൾ പീസ്. രണ്ടു മെറ്റലുകൾ ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിംഗിൾ പീസ് ആക്കുന്ന പ്രവൃത്തിയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. മോഡേൺ വെൽഡിംഗ് ടെക്നിക്സ് ആർ ഡെവലപ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ന്യൂമറസ് പ്രൊഡക്ട്സ് ഇൻക്ലൂഡിങ് ഷിപ്സ്, ബിൽഡിങ്സ്, ബ്രിഡ്ജസ് എക്സെട്ര. ആധുനിക കാലത്ത് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽഡിംഗ് അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണമായിട്ട് ഷിപ്സ് ഉണ്ടാക്കുന്നുണ്ട്, ബിൽഡിങ്സ് പറഞ്ഞാൽ പുതിയ ബിൽഡിങ്സൊക്കെ നമുക്കറിയാൻ പറ്റും. വെറും ഫ്ലാറ്റുകൾ ഇരുമ്പ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ഉണ്ട് വെൽഡ് ചെയ്തിട്ട്. അതുപോലെ ബ്രിഡ്ജസ്, പാലങ്ങളുണ്ട്, ഒക്കെ വെൽഡിങ്ങിന് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അടുത്ത ഇൻട്രൊഡക്ഷൻ. വെൽഡിംഗ് ക്യാൻ ബി ഡേഞ്ചറസ് ആൻഡ് അൺഹെൽത്തി ഇഫ് ദ പ്രോപ്പർ പ്രിക്കോഷൻസ് ആർ നോട്ട് ടേക്കൺ. അപ്പോൾ നമ്മളിത് പറയുന്നത് എന്താണ്? പ്രിക്കോഷനെക്കുറിച്ചാണ്, അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലെക്കുറിച്ച്, അതിനുള്ള സുരക്ഷാ മുൻകരുതലെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ ശരിയായ സുരക്ഷാ മുൻകരുതൽ എടുത്തില്ലെങ്കിൽ വെൽഡിംഗ് വളരെ ഡേഞ്ചറസ് ആണ്. ഹൗവർ, യൂസിങ് എ ന്യൂ ടെക്നോളജി ആൻഡ് പ്രോപ്പർ പ്രിക്കോഷൻസ് ഗ്രേറ്റ്ലി റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി ആൻഡ് ഡെത്ത് അസോസിയേറ്റഡ് വിത്ത് വെൽഡിംഗ്. അപ്പോൾ ആധുനിക കാലത്ത് പുതിയ ടെക്നോളജിയുടെ വരവും അതുപോലത്തെ കാര്യം കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഇതുമൂലമുള്ള മരണങ്ങളും അല്ലെങ്കിൽ ഇഞ്ചുറിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. Since many common welding procedures involve an open electric arc flame of risk of burns, fire significant, that is why classified as a hot work pieces. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്ക് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ചൂടുള്ള വർക്ക് പീസ് ആണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അപകടങ്ങൾ വരാൻ കൂടുതൽ കാരണമാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ജനറൽ സേഫ്റ്റി. പൊതുവായി നമ്മൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ടു പ്രിവെൻറ്റ് ഇഞ്ചുറി ടു പേഴ്സണൽ, എക്സ്ട്രീം കോഷൻ ഷുഡ് ബി എക്സസൈസ്ഡ് വെൻ യൂസിങ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്. നമുക്ക് ഒരു വെൽഡിംഗ് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി പല രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡു നോട്ട് പെർമിറ്റ് അൺഓതറൈസ്ഡ് പേഴ്സൺസ് ടു യൂസ് വെൽഡിംഗ് ഓർ കട്ടിംഗ് എക്യുപ്മെൻറ്റ്. നമുക്ക് വെൽഡിങ്ങോ ഒരു കട്ടിങ്ങോ ഉള്ള ഉപകരണങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ടില്ലാത്ത ഒരു ആളെ കൊണ്ട് ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യരുത്. ഇതിനെപ്പറ്റി ശരിയായിട്ട് അറിവിനും ആൾക്കൊണ്ട് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിമൂവ് ആൾ ഫ്ലെയിമബിൾ മെറ്റീരിയൽ സച്ച് ആസ് കോട്ടൺ, ഓയിൽ, ഗ്യാസോലിൻ എക്സെട്ര ഫ്രം ദ വെസിനിറ്റി ഓഫ് വെൽഡിംഗ്. നമ്മൾ വെൽഡ് ചെയ്യുമ്പം തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളായിട്ടുള്ള ഫ്ലെയിമബിൾ മെറ്റീരിയൽ, മണ്ണെണ്ണ, ഡീസലൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ കോട്ടൺ തുണി, ഓയിൽ, ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെൽഡിങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറ്റി വെക്കേണ്ടതാണ്. ഡു നോട്ട് ലീവ് ഹോട്ട് റിജക്റ്റഡ് ഇലക്ട്രോഡ് സ്റ്റബ്സ്, സ്റ്റീൽ സ്ക്രാപ്പ് ഓർ ടൂൾസ് ഓൺ ദ ഫ്ലോർ ഓർ അറൗണ്ട് ദ വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡിൻ്റെ ബാക്കിയൊരു ചെറിയ പീസ്, ഇലക്ട്രോണിക് സ്റ്റെപ്പ്, അതേപോലെ സ്റ്റീൽ സ്ക്രാപ്പ്, അങ്ങനെയുള്ള ടൂൾസൊന്നും ഒരിക്കലും വെൽഡിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. കീപ്പ് എ സ്യൂട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ നിയർ ബൈ ആൾ ടൈംസ്. നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ ആർക്ക് വെൽഡിങ്. നമ്മൾ വെൽഡിങ് ചെയ്യുന്നതിന് മുമ്പ്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചെയ്തതിന് ശേഷം നമ്മൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലെക്കുറിച്ചാണ് പറയുന്നത്.
നെവർ സ്റ്റാൻഡ് ഓൺ എ ഡാംപ് ഓർ വെറ്റ് പ്ലേസ് വൈൽ ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു നനഞ്ഞ സ്ഥലത്ത് നമ്മൾ നിൽക്കരുത്, ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ആൾവേസ് വിയർ സേഫ്റ്റി അപ്പാരൻസ്, ഗ്ലൗസ്, അപ്രോൺ, ഷൂസ്. നമ്മൾ ആവശ്യമായ സുരക്ഷാ വസ്ത്രങ്ങൾ നമ്മൾ എപ്പോഴും ധരിച്ചിരിക്കണം. അത് കയ്യിലിടുന്ന ഗ്ലൗസ് ആവാം, അല്ല ശരീരത്തിലിടുന്ന അപ്രോൺ ആവാം, അല്ലെങ്കിൽ കാലിലിടുന്ന ഷൂസ് ആവാം. ഇതൊക്കെ നമ്മൾ കൃത്യമായി ധരിച്ചിരിക്കണം. യൂസ് വെൽഡിങ് ആൻഡ് ചിപ്പിംഗ് സ്ക്രീൻ ഡ്യൂറിങ് വെൽഡിങ് ആൻഡ് ചിപ്പിംഗ് റെസ്പെക്റ്റീവ്ലി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐസ് ആൻഡ് ദ ഫേസ്. നമ്മൾ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെൽഡ് ചെയ്യുന്നതിന് മുമ്പിൽ ഒരു സ്ക്രീൻ പോലുള്ളത് നമ്മൾ വെച്ചിരിക്കണം. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് ദ മെഷീൻ വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാത്തപ്പം മെഷീൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. കീപ് ദ ക്ലോത്ത്സ് ഫ്രീ ഫ്രം ഓയിൽ ആൻഡ് ഗ്രീസ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഓയിൽ ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. യൂസ് ടോങ്സ് വൈൽ ഹാൻഡ്ലിങ് ഹോട്ട് മെറ്റൽസ്. ചൂടുള്ള മെറ്റൽസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ടോങ്സ് എന്നുള്ളത് ഒരു ഉപകരണം ഉപയോഗിക്കുക. ഡു നോട്ട് ക്യാരി മാച്ചസ് ഓർ പെട്രോൾ ലൈറ്റേഴ്സ് ഇൻ യുവർ പോക്കറ്റ് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡ് ചെയ്യുമ്പോൾ ഒരിക്കലും പെട്രോൾ ലൈറ്റേഴ്സ് ഒരിക്കലും നമ്മൾ കീശയിൽ കൊണ്ട് നടക്കാതിരിക്കുക. അടുത്തത്, കീപ് ദ വെൽഡിങ് ഏരിയ ഫ്രീ ഫ്രം മോയ്സ്ചർ ആൻഡ് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. അപ്പോൾ പറഞ്ഞു, വെൽഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരിക്കലും കത്താൻ സഹായിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവയ്ക്കരുത്. ഡു നോട്ട് ട്രൈ ടു റെക്ടിഫൈ ഇലക്ട്രിക്കൽ ഫാൾട്ട്സ് യുവർ സെൽഫ്, കാൾ ആൻ ഇലക്ട്രീഷ്യൻ. ഒരിക്കലും എന്തെങ്കിലും ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങൾ സ്വയം നന്നാക്കാൻ ശ്രമിക്കരുത്, അതിന് പരിചയസമ്പന്നരായിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരെ വിളിക്കേണ്ടതാണ്. ഡു നോട്ട് ത്രോ ദ ഇലക്ട്രോഡ് സ്റ്റെപ്സ് ഇൻ ദ ഫ്ലോർ, പുട്ട് ദം ഇൻ എ കണ്ടെയ്നർ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇലക്ട്രോഡിൻ്റെ ബാക്കിയിട്ടുള്ള പീസ് ഒരിക്കലും നിലത്തിടരുത്, അത് പ്രത്യേക പാത്രങ്ങളിൽ സൂക്ഷിക്കുക. യൂസ് എക്സോസ്റ്റ് ഫാൻസ് ടു റിമൂവ് ദ ആർക്ക് വെൽഡിങ് സ്മോക്ക് ആൻഡ് ഫ്യൂംസ്. നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞുള്ള സ്മോക്ക്, പുകകളും ഇതൊക്കെ ഉള്ള പോകാൻ വേണ്ടി ആവശ്യമായ എക്സോസ്റ്റ് ഫാൻ റൂമിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണ്. സ്റ്റോർ ഹോസസ്, ടോർച്ചസ്, ബ്ലോ പൈപ്സ്, റെഗുലേറ്റേഴ്സ്, സേഫ്റ്റി ഇൻ പ്രോപ്പർ പ്ലേസ്. അതിൽ നമ്മൾ ഹോസ് ഇത് ഉപയോഗിക്കുന്ന പൈപ്പുകൾ, അതേമാതിരി വെൽഡിങ് ടോർച്ച്, ബ്ലോ പൈപ്പ്, ഇതൊക്കെ കൃത്യമായ സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ്. സ്റ്റോർ എവേ ഓഫ് ഗ്യാസ് സിലിണ്ടേഴ്സ്, ഫ്ലെയിം ദ ഫ്ലെയിമബിൾ ആൻഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ്. ഒരിക്കലും ഗ്യാസ് സിലിണ്ടറൊക്കെ വെൽഡിങ്ങിൻ്റെ അടുത്ത് വയ്ക്കാതെ കുറച്ച് ദൂരെ മാത്രം വെക്കുക. അടുത്ത്, ആഫ്റ്റർ ഇലക്ട്രിക് വെൽഡിംഗ് ഓപ്പറേഷൻസ് ആർ കംപ്ലീറ്റഡ്, ദ വെൽഡർ വിൽ മാർക്ക് ദി ഹോട്ട് മെറ്റൽ ടു പ്രൊവൈഡ് സം അതർ. നമ്മൾ ഇനി വെൽഡിങ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുള്ള വർക്ക് പീസൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, മറ്റൊരാൾ പെട്ടെന്ന് തൊട്ടിട്ട് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വെൽഡിംഗ് മെഷീൻസ് വിൽ ബി ഡിസ്കണക്റ്റഡ് ഫ്രം ദ പവർ സോഴ്സ്. വെൽഡിംഗ് മെഷീന് ഓഫാക്കി വെക്കുക, പവർ സപ്ലൈയിൽ നിന്ന് ഊരി വെക്കുക. ഡിസ്കണക്ട് ദ വെൽഡിംഗ് കേബിൾസ് ഫ്രം ദ വെൽഡിംഗ് എക്യുപ്മെൻറ്റ്. ആ വെൽഡിംഗ് കേബിൾസ് ആ എക്യുപ്മെൻറ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കുക. നീറ്റ്ലി കോയിൽ ദ കേബിൾ ആൻഡ് കെപ്റ്റ് പ്ലേസ് സേഫ്റ്റി. ശരിക്കും ആ കേബിൾ ശരിക്കും കോയിൽ ചുറ്റി വെക്കുക. പ്ലേസ് ദ സ്റ്റോർ ഇലക്ട്രോഡ് ഹോൾഡർ ആൻഡ് അതർ ഹാൻഡ് ടൂൾ സേഫ്ലി. അതിനുശേഷം ഇലക്ട്രോഡ് ഹോൾഡറൊക്കെ വളരെ കൃത്യമായി നല്ല സ്ഥലങ്ങളിൽ വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സേഫ്റ്റി പ്രിക്കോഷൻസ് ഡ്യൂറിങ് വെൽഡിങ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.